Why should we pray? Because God is already inside us. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതായി ചില ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. He knows all our prayers. നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവത്തിനറിയാം. He knows all our needs. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിനറിയാം. No, dear friends. ഇല്ല എൻ്റെ പ്രിയ സ്നേഹിതരെ. God wants us to communicate with him. ദൈവത്തോട് ആശയവിനിമയം ചെയ്യാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. He wants us to have fellowship with him. നാം ദൈവത്തോട് കൂട്ടായ്മ പാലിക്കണമെന്ന് ദൈവം താല്പര്യപ്പെടുന്നു. Today we are going to meditate upon prayer. ഇന്ന് നാം പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കുവാൻ പോകുന്നു. The Lord taught the disciples how to pray. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. And in this world, as we are having trouble, ഈ ലോകത്തിൽ നമുക്ക് ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ we need to pray. നാം പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. The Bible says in Proverbs 15:8, സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, the prayer of the upright pleases God. നേരുള്ളവരുടെ പ്രാർത്ഥനയോ ദൈവത്തിന് പ്രസാദം. When we pray, the Lord is pleased with our prayer. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നു. I have heard some people saying, why should we pray? Because God is already inside us. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതായി ചില ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. The provider is already inside us. നമുക്കെല്ലാം നൽകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. He knows all our prayers. നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവത്തിനറിയാം. He knows all our needs. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിനറിയാം. And some people are even afraid to close their eyes and pray. ചില ആളുകൾക്ക് കണ്ണടച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പോലും ഭയമാകുന്നു. I have literally seen a person doing that. അങ്ങനെ ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. We all would pray as a family. കുടുംബസമേതം ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ But then that man would open his eyes. ആ മനുഷ്യനോ അവൻ കണ്ണുകൾ തുറന്നു വെച്ചിരുന്നു. I asked him, why are you doing that? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ കണ്ണ് തുറന്നു വെക്കുന്നത് When I പ്രാർത്ഥനാവേളയിൽ? happened to see him, I asked him. അങ്ങനെ ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. And he said, I'm so afraid of God. അവൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ വളരെ ഭയമാണ്. I'm afraid that when I go closer to God, ഞാൻ ദൈവത്തിന് അടുക്കലേക്ക് പോകുമ്പോൾ എനിക്ക് വളരെ ഭയമാണ് എന്നവൻ പറഞ്ഞു. I'll have more trouble. എനിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നവൻ പറഞ്ഞു. I'll be in trouble. ഞാൻ പ്രശ്നത്തിൽ പോയി എത്തിച്ചേരും. So I am afraid of God. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ ഭയമാണ്. No, dear friends. ഇല്ല എൻ്റെ പ്രിയ സ്നേഹിതരെ. God wants us to communicate with him. ദൈവത്തോട് ആശയവിനിമയം ചെയ്യാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. He wants us to have fellowship with him. നാം ദൈവത്തോട് കൂട്ടായ്മ പാലിക്കണമെന്ന് ദൈവം താല്പര്യപ്പെടുന്നു. Prayer is nothing but having fellowship with God. പ്രാർത്ഥന എന്നതോ ദൈവത്തോട് കൂട്ടായ്മ പാലിക്കുക എന്നുള്ളതാകുന്നു. And God loves that time. ആ സമയം ദൈവം വളരെയധികം ഇഷ്ടപ്പെടുന്നു. And we as children of God love such a time. ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് നാമും അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. And that's why Psalmist says in Psalm 104:34. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 104-ാം സങ്കീർത്തനം 34-ാം വാക്യത്തിൽ പറയുന്നത്, The meditation of the Lord shall be so sweet. അവൻ പറയുന്നു, എൻ്റെ ധ്യാനം ദൈവത്തിന് വളരെ പ്രസാദകരമായിരിക്കുന്നു. I am glad in the Lord. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. There were two people who saw a terrific bull coming to the field and destroying the field. ഒരു ക്രൂരനായ പോത്ത് വയലിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അതെല്ലാം നശിപ്പിക്കുന്നതായി രണ്ട് ആളുകൾ കണ്ടു. As they were trying to chase the bull, ആ പോത്തിനെ വിരട്ടി ഓടിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ the bull turned towards them and it wanted to finish them off. പോത്ത് അവരുടെ നേരെ തിരിഞ്ഞ് അവർ രണ്ടുപേരെയും കൊല്ലാൻ അത് ശ്രമിച്ചു. And one guy turned to the other and said, please say a prayer. അതിൽ ഒരു മനുഷ്യൻ മറ്റേ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദയവായി ഒരു പ്രാർത്ഥനാ വാചകം ചൊല്ലൂ.
And this man said, I don't know how to pray. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞുകൂടാ. I've never prayed openly anywhere. ഒരിടത്തും ഞാൻ പരസ്യമായി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. But the other guy said, എങ്കിലോ മറ്റേ മനുഷ്യൻ പറഞ്ഞു, please pray something. എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പ്രാർത്ഥിക്കുക എന്നവൻ പറഞ്ഞു. And that man said, my father had taught me to recite a prayer when I was small. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ പിതാവ് ഒരു പ്രാർത്ഥനാവാചകം ചൊല്ലാൻ എന്നെ പരിശീലിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. And the other man said, don't delay, just pray. അപ്പോഴൊക്കെ മറ്റേ മനുഷ്യൻ പറയുകയാണ്, ഇല്ല, കാത്തിരിക്കേണ്ട, പെട്ടെന്ന് പ്രാർത്ഥിക്കൂ. Otherwise this bull will finish us off. അല്ലെങ്കിൽ ഈ പോത്ത് നമ്മെ ഇപ്പോൾ തന്നെ നശിപ്പിച്ചു കളയും. And this man hurriedly said, Lord, thank you for the thing that you have given in front of us. അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങേക്ക് നന്ദി, ഞങ്ങളുടെ മുന്നിൽ അങ്ങ് കൊണ്ടുവന്നിരിക്കുന്ന ഈ പോത്തിനായി നന്ദി. You would have imagined what must have happened to them. അപ്പോൾ എന്ത് സംഭവിച്ചു കാണും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. This is the kind of prayer people are praying. ഇത്തരത്തിലുള്ള പ്രാർത്ഥനയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. But then the Lord is so worried and he is saying in Isaiah 59:16. യെശയ്യാവ് 59:16 വാക്യത്തിൽ വളരെ ഹൃദയഭാരത്തോടെ ദൈവം നമ്മോട് പ്രസ്താവിക്കുന്നു. The Lord saw that there was no man and wondered that there was no intercessor. പക്ഷവാദം ചെയ്യാൻ ആരുമില്ല എന്ന് കണ്ടിട്ട് ദൈവം ആശ്ചര്യപ്പെട്ടു എന്ന് അവിടെ പറയുന്നു. And in Isaiah 59:15 the Lord is so displeased with these people. യെശയ്യാവ് 59:15 വാക്യത്തിൽ ഈ ആളുകളെ കണ്ടിട്ട് ദൈവത്തിന് അനിഷ്ടം തോന്നി എന്ന് നാം വായിക്കുന്നു. When we pray to God, it pleases God. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നു. With these people the Lord is so displeased. എന്നാൽ ഈ ആളുകളുടെ പ്രവൃത്തി കണ്ടിട്ട് ദൈവത്തിന് അനിഷ്ടം തോന്നി. The Bible also says when we have trouble we should go closer to God. വേദപുസ്തകം പറയുന്നതോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം ചെല്ലണം എന്ന് പറയുന്നു. In James 5:13 the Bible says, യാക്കോബ് 5:13 വേദപുസ്തകം പറയുന്നു, if anyone among you is in trouble, let them go and pray. നിങ്ങളിൽ ആർക്കെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. Other than God, where can we go with all the troubles in our lives? നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് മധ്യേ ദൈവത്തോടല്ലാതെ നമുക്ക് ആരിലേക്ക് ആശ്രയിച്ചു പോകാൻ കഴിയും? If we have trouble, we have to go to God. നമുക്ക് കഷ്ടതകളുണ്ടെങ്കിൽ നാം ദൈവത്തിന്റെ അടുക്കലേക്ക് പോയേ മതിയാകൂ. And also the Bible says, if you are happy, sing hymns and praise God. മാത്രമല്ല, നിങ്ങൾ സുഖം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നു. That's why David says, I will bless the Lord at all times. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. And I will have joyful lips praising God. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഞാൻ എപ്പോഴും സന്തോഷമുള്ള നാവുകൾ ഞാൻ വെച്ചു പുലർത്തും. In Revelations 5:8 the Bible says our prayer is an incense to God. വേദപുസ്തകം വെളിപ്പാട് പുസ്തകം 5:8 പറഞ്ഞിരിക്കുന്നതോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ഒരു ധൂപവർഗ്ഗമായി ദൈവസന്നിധിയിലേക്ക് വരുന്നു. The Lord is so pleased with our prayer. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം വളരെയധികം പ്രസാദിക്കുന്നു. Psalm 141:2. സങ്കീർത്തനം 141 2 വാക്യത്തിൽ പറയുന്നു, He says, may my prayer be set before you like incense. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി എത്തട്ടെ എന്നവൻ പ്രാർത്ഥിക്കുന്നു. May the lifting of my hand be like the evening sacrifice. എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാമത്തിലെ ആരാധനയായി തീരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. After marriage, when I went to the Dinakaran family, ഇതിനുശേഷം ഞാൻ ദിനകരൻ കുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ in their house there was always prayer. അവരുടെ ഭവനത്തിൽ എപ്പോഴും പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. Before marriage, of course, I too prayed. വിവാഹത്തിന് മുൻപും ഞാൻ നിശ്ചയമായും പ്രാർത്ഥിക്കുമായിരുന്നു. My mother would pester me to read the Bible and pray every morning. ഓരോ പ്രഭാതത്തിലും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവാൻ എൻ്റെ മാതാവ് എന്നെ നിർബന്ധിക്കുമായിരുന്നു. For her sake, I will do that. അമ്മയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യുമായിരുന്നു. In the night, we will be having family prayer. രാത്രിയിൽ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു.
And we'll be going to prayer meetings. രാത്രി വേളകളിൽ ഞങ്ങൾ പ്രാർത്ഥനാ കൂട്ടത്തിന് ചെല്ലും. That was my prayer life. അതായിരുന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതം. But then in the family of the Dinakarans, എന്നാൽ ദിനകരൻ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ when I watched them closely, ഞാൻ അവരെ അടുത്ത് നോക്കിയപ്പോൾ every time early in the morning they prayed, and again with the family they were praying. Then in the afternoon before food they used to pray, in the evening and in the night, before doing everything they would pray. എല്ലായ്പ്പോഴും ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ഉടനെ വ്യക്തിപരമായ പ്രാർത്ഥന, പിന്നെ കുടുംബ പ്രാർത്ഥന, പിന്നെ ഉച്ചയ്ക്കൊരു പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥന, രാത്രിയിലെ പ്രാർത്ഥന, ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. As I was newly married, that was so difficult for me. വിവാഹം കഴിഞ്ഞ് വന്ന എൻ്റെ ആ പുതിയ സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് വളരെയധികം പ്രയാസം തോന്നിയിരുന്നു. Even before we could go anywhere, they will just stand before the door and they will pray. എവിടെയെങ്കിലും അവരെ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. And not only that, they will ask me, Evangeline, will you pray? അത് മാത്രമല്ല, അവർ എന്നോട് ചോദിക്കുമായിരുന്നു, ഇവാഞ്ചലിൻ നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? It was so tough for me. അത് എനിക്ക് വളരെ കഠിനമായി തോന്നി. But then every morning as they would pray, എന്നാൽ ഓരോ പ്രഭാതത്തിലും അവർ പ്രാർത്ഥിക്കുമ്പോൾ, after reading the Bible, as they would be praying, they would be filled with the joy of the Holy Spirit. വേദപുസ്തകം വായിച്ചതിന് ശേഷം അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ സന്തോഷത്താൽ അവർ നിറഞ്ഞു തിങ്ങുമായിരുന്നു. And those days I lost my dear mother who was praying for my blessing. ആ കാലഘട്ടത്തിലാണ് എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ മാതാവ് എനിക്ക് നഷ്ടമായത്. And I was full of sorrow. ഞാൻ വളരെ സങ്കട അവസ്ഥയിലായി തീർന്നു. But then when I looked at my husband's and my husband's parents' face when they were praying, അവർ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും മുഖഭാവം വളരെ ശോഭയുള്ളതായി എനിക്ക് കാണുവാൻ കഴിഞ്ഞു. they would be filled with the joy of the Holy Spirit. അവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ നിറഞ്ഞു കവിയുന്ന അവസ്ഥയിൽ ആയിരുന്നു. Only then I realized the importance of prayer. അപ്പോഴാണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം വാസ്തവമായി എനിക്ക് മനസ്സിലായത്. I said, Lord, I want this joy in my heart also. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഹൃദയത്തിലും ഈ സന്തോഷം എനിക്ക് ആവശ്യമുണ്ട്. And from that time on I started to pray. അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. And I said, it is good, Lord, for me that I have been afflicted. കർത്താവേ, ഞാൻ കഷ്ടതയിലായത് നന്നായി എന്ന് അപ്പോൾ ഞാൻ കർത്താവിനോട് പറയാൻ തുടങ്ങി. So that I could learn your statutes. കർത്താവേ, അങ്ങയുടെ ന്യായപ്രമാണങ്ങൾ എനിക്ക് പഠിക്കുവാൻ ഒരു അവസരമായല്ലോ. And as I began to pray, the Lord started to teach me through the word of God. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. As to how I should behave in the family. ഞാൻ കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം എന്നെ പഠിപ്പിച്ചു. As to how I should minister. എങ്ങനെ ഞാൻ ശുശ്രൂഷിക്കണം എന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു. As to how I should pray for the people. ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് എന്നെ അഭ്യസിപ്പിച്ചു. Every time I would pray and go and preach the word of God. ഓരോ സന്ദർഭത്തിലും ഞാൻ പ്രാർത്ഥിക്കുകയും ജനങ്ങളുടെ മുന്നിൽ പ്രസംഗത്തിനായി കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ the joy of the Holy Spirit would fill the hearts of the people. ജനങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്താൽ ദൈവം നിറച്ചുകൊണ്ടേയിരുന്നു. And only after that I realized the value of prayer. അതിനുശേഷമാണ് പ്രാർത്ഥനയുടെ ആ മൂല്യം വാസ്തവത്തിൽ ഞാൻ ബോധ്യപ്പെട്ടത്. And that I began to have the habit of praying and praying and praying like the Dinakarans. അതിനുശേഷമായി ദിനകരൻ കുടുംബാംഗങ്ങളെ പോലെ നിരന്തരമായി പ്രാർത്ഥനയിൽ സമയം ചെലവിടാൻ തുടങ്ങി. And the Lord today has made me to be a part of Dinakarans. കർത്താവ് ഇന്ന് എന്നെ ദിനകരൻ കുടുംബത്തിലെ ഒരു ഭാഗമാക്കി തീർത്തിരിക്കുന്നു. What a privilege it is to be in prayer all the time. എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ ആയിരിക്കുന്നത് എത്ര ആനന്ദകരമായ അനുഭവം. The meditation of him shall be so sweet. കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുന്നത് വളരെയധികം സ്വാദുള്ളത് ആകുന്നു. And we will be glad in the Lord. നാം കർത്താവിൽ സന്തോഷമുള്ളവരായി തീരും.
That's what the Bible says in Psalm 16 and 11. അതാണ് സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നത്. In his presence there is fullness of joy. കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ.